ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ ഡേ 2 ആയ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒണിയൻ യൂസ് ചെയ്തിട്ട് ഒരു ഡാൻഡ്രഫ് റിമൂവൽ പാക്കാണ്. ഇന്നലെ നമ്മൾ ഓയിലൊക്കെ ഇട്ട് നമ്മുടെ ഹെയറും സ്കാൽപ്പും ഒക്കെ നല്ല മോയ്സ്ചറൈസിങ് ആയിട്ട് വെച്ചിട്ടുണ്ടല്ലേ. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു മീഡിയം സവോളയാണ്. അത് പീസാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു കറ്റാർവാഴയുടെ ജെല്ല് ഞാൻ എടുത്തിട്ടുണ്ട്. കറ്റാർവാഴയുടെ ജെല്ല് എടുക്കുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, അതിൻ്റെ കറ പോകാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കുറേ ഇങ്ങനെ ചരിച്ച് വെച്ചാൽ മതി, അതിൻ്റെ കറ മൊത്തം പൊക്കോളും. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് അരച്ച് എടുക്കുക. അതിലേക്ക് നിങ്ങൾ വേറെ വെള്ളമോ ഒന്നും ഒഴിക്കരുത് കേട്ടോ. അത് അരച്ച് നല്ല സ്മൂത്ത് പേസ്റ്റാക്കി എടുക്കണം. ഇത് അരിച്ചൊന്നും എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ദാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടുന്നത്. ഇത് ഡയറക്റ്റ് ഹെയറിൽ അപ്ലൈ ചെയ്യാം. നോർമൽ വാട്ടറിൽ ഇങ്ങനെ വാഷ് ചെയ്യുമ്പോൾ അതങ്ങ് പൊക്കോളും. ഡേ 1 ആയി ഇന്നലെ നമ്മൾ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തത് കൊണ്ട് അടുത്ത ദിവസം നിങ്ങൾ ഹെയർ വെറുതെ വിട്ടേക്കുക. അതായത് ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഹെയർ വാഷ് ചെയ്താൽ മതി. അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ ദിവസം, അതായത് ഒന്നിട വിട്ട് മാത്രമേ പാക്കുകളൊക്കെ അപ്ലൈ ചെയ്യാവൂ. അപ്പോൾ ഞാൻ ഈ തയ്യാറാക്കുന്ന പാക്ക് നിങ്ങൾ മൂന്നാമത്തെ ദിവസം, ഒരു ദിവസം വിട്ടതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഞാനിത് അപ്ലൈ ചെയ്യുവാണ്. പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് തന്നെ ഞാൻ മുടിയിലെ ജടയെല്ലാം ചീവി കളഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഡേ 1 നമ്മൾ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തത് കൊണ്ട് തന്നെ ആ ഓയിലിൻ്റെ ഒരു മോയ്സ്ചറൈസേഷൻ നമ്മുടെ ഹെയറിലുണ്ട്. അപ്പോൾ ഞാൻ ഹെയർ ചീവി പകുപ്പെടുത്ത് ഓരോ പകുപ്പിലും ഇങ്ങനെ തേച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ സ്കാൽപ്പിൽ മാത്രം തേച്ചാൽ മതി, ഹെയറിൽ തേക്കേണ്ട ആവശ്യമില്ല. ഇത് നല്ല ജ്യൂസി കൺസിസ്റ്റൻസി ആയതുകൊണ്ട് തന്നെ ഒലിച്ച് നമ്മുടെ നെറ്റിയിലൂടെ ഇറങ്ങി കണ്ണി വീഴാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ സ്കാൽപ്പിലെ ഒരു ഭാഗം പോലും വിട്ടുപോയിട്ടില്ല എന്ന് ഉറപ്പിക്കണം കേട്ടോ. അപ്പോൾ സെക്കൻഡ് ഡേ ആയ ഇന്ന് നമ്മുടെ ഹെയറിലെ ഡാൻഡ്രഫിനെ തുരത്തിക്കൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. സ്കാൽപ്പിൽ ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ അത് വെച്ചുകൊണ്ട് അതിൻ്റെ പുറത്ത് നമ്മൾ ഹെയർ ഗ്രോത്തിനുള്ള പാക്കുകളൊന്നും അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ രണ്ടാമത്തെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ താരൻ ഇല്ലാതാക്കുക എന്നത് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പാക്ക് അപ്ലൈ ചെയ്യുന്നതിലൂടെ നമ്മുടെ സ്കാൽപ്പിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷനോ ഇറിറ്റേഷനോ ഒക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് മാറിക്കിട്ടും. ഇവിടെ ഈ ഓണിയൻ പാക്ക് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇതിൽ സൾഫറുണ്ട്. അത് സ്കാൽപ്പിൽ ഉണ്ടാകുന്ന ഫംഗൽ ഇൻഫെക്ഷനൊക്കെ കുറയ്ക്കുന്നു. ഡാൻഡ്രഫ് ഇല്ലാതെയാക്കാൻ സഹായിക്കുന്നു. പിന്നെ ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ആക്കി സ്കാൽപ്പ് ഹെൽത്തി ആക്കി വെക്കുന്നു. ഹെയർ റൂട്ട് സ്ട്രോങ് ആക്കുന്നു. കുഞ്ഞു കുഞ്ഞു മുടികളുടെ വളർച്ചയ്ക്ക് കാരണമാകുന്നു. ഇതിലെ രണ്ടാമത്തെ കണ്ടന്റായ അലോവേര സ്കാൽപ്പ് കൂളാക്കുന്നു. സ്കാൽപ്പിലുണ്ടാകുന്ന ഇച്ചിങ്ങും ഇറിറ്റേഷനും റെഡ്നെസ്സും ഒക്കെ മാറ്റാൻ ഹെൽപ്പ് ചെയ്യുന്നു. നാച്ചുറലായിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണിത്. സ്കാൽപ്പിൻ്റെ ഡ്രൈനെസ് ഒക്കെ അകറ്റി ഡ്രൈ ഡാൻഡ്രഫ് ഒക്കെ ഇല്ലേ, അത് വരാതെ സ്കാൽപ്പിനെ സംരക്ഷിക്കുന്നു. പിന്നെ ഇതിനൊരു pH ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ളൊരു കഴിവുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ മൈൽഡായിട്ടുള്ള ആൻറ്റി ബാക്ടീരിയൽ ആക്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ സ്കാൽപ്പിലുണ്ടാകുന്ന എല്ലാ ഇൻഫെക്ഷനുകളിൽ നിന്നും നമുക്ക് മോചനം കിട്ടുന്നു. പിന്നെ സവോള ഹെയർ കുറച്ച് ഡ്രൈ ആക്കും. അതുകൊണ്ട് അലോവേര ജെൽ മിക്സ് ചെയ്യുന്നത് കൊണ്ട് കൂടുതൽ ഡ്രൈ ആവാതെ ഇരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. കോക്കനട്ട് ഓയിൽ ഡീപ്പ് മോയ്സ്ചറൈസിങ് ഓയിലാണ്. പാക്ക് സ്കാൽപ്പിൽ നന്നായി ഇറങ്ങുന്നതിന് ഇത് ഹെൽപ്പ് ചെയ്യുന്നു. അതുമാത്രമല്ല, സവോള തേക്കുമ്പോൾ ഉണ്ടാകുന്ന ഡ്രൈനെസ് ഉണ്ടല്ലോ, അത് മാറ്റാൻ ഈ കോക്കനട്ട് ഓയിലും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഹെയർ പാർട്ടീഷൻ ചെയ്തിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിത് അപ്ലൈ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ മസാജും കൂടെ കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. ഇവിടെ എനിക്ക് ഫ്രഷ് അലോവേര ജെല്ല് കിട്ടിയത് കൊണ്ടാണ് ഞാനത് ഉപയോഗിച്ചത്. ഇപ്പോൾ അത് കിട്ടാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അലോവേര ജെല്ല് ഉപയോഗിക്കുന്നത് കൊണ്ടും കുഴപ്പമില്ല കേട്ടോ. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അലോവേര ജെല്ലാണെന്നുണ്ടെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂൺ അലോവേര ജെല്ല് അതിനകത്ത് ചേർക്കാമേ. അപ്പോൾ ഈ പാക്ക് ഞാൻ സ്കാൽപ്പിൽ എല്ലായിടത്തും നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നല്ല മസാജ് കൊടുക്കുകയാണ്. അതായത് നമ്മൾ ഈ അപ്ലൈ ചെയ്തിട്ടുള്ള ഈ പാക്ക് നമ്മുടെ സ്കാൽപ്പിലേക്ക് നല്ല രീതിയിൽ ഇറങ്ങി ചെല്ലുന്നതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നല്ലൊരു ഹെഡ് മസാജിലൂടെ നമ്മുടെ ഹെയർ റൂട്ട്സിലെല്ലാം ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ആയിട്ട് നമ്മുടെ ഹെയർ ഗ്രോത്ത് ഇമ്പ്രൂവ് ആക്കാനും നമ്മുടെ ഹെയർ ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നു. ഹെയർ മസാജ് നമുക്ക് ഹെയർ പൊതുവെ കുറവുള്ള ഭാഗമുണ്ടല്ലോ, എൻ്റെ നെറ്റിയുടെ ഫ്രണ്ട് സൈഡാണ് കേട്ടോ കുറച്ച് മുടി കുറവുള്ള ഭാഗം. അപ്പോൾ അവിടെ ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ എല്ലാ ഭാഗവും നമ്മുടെ
തലയുടെ പുറകുഭാഗവും തലയുടെ മോൾ ഭാഗവും നമ്മൾ ഉച്ചി എന്നൊക്കെ പറയത്തില്ലേ ആ ഭാഗമൊക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. മസാജ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നഖം കൊണ്ട് മസാജ് ചെയ്യാതിരിക്കാൻ, നഖം കൊള്ളാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വിരൽത്തുമ്പുകൾ ഉപയോഗിച്ച് സോഫ്റ്റായിട്ട് സർക്കുലർ മോഷനിൽ വേണം നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഓവർ പ്രഷറും കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഈ പാക്ക് ഒരു 30 മിനിറ്റ് മുതൽ 45 മിനിറ്റ് വരെ നമ്മുടെ ഹെയറിൽ വെക്കാവുന്നതാണ്. അതിൽ കൂടുതൽ നേരം വെക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം തലനീരൊക്കെ ഇറങ്ങുന്നവരാണെന്നുണ്ടെങ്കിൽ അതിന് ചാൻസ് ഉണ്ട്. തലനീരൊക്കെ ഇറങ്ങുന്നവരാണെന്നുണ്ടെങ്കിൽ അധിക നേരം നമ്മൾ തലയിൽ വെക്കേണ്ട. ഒരു 30 മിനിറ്റ്, കൂടിപ്പോയാൽ ഒരു 30 മിനിറ്റ് നമ്മൾ സ്കാൽപ്പിൽ വെച്ചിരുന്നാൽ മതി കേട്ടോ. ഈ സവോള നീര് നല്ലതായിട്ട് ഹെയർ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ നെറ്റിയുടെ ഭാഗമൊക്കെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അവിടെയൊക്കെ കുഞ്ഞു കുഞ്ഞു മുടികളൊക്കെ നന്നായിട്ട് വളരട്ടെ. ഈ മസാജിനെല്ലാം ശേഷം ഞാൻ എൻ്റെ ഹെയർ ഒരു ബണ്ണ് കെട്ടി വെക്കുവാണ്. ഒരുപാട് ടൈറ്റായിട്ട് വലിച്ചു കെട്ടാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഒരു ലൂസ് ബണ്ണായിട്ട് കെട്ടിക്കൊടുത്താൽ മതി. എന്നിട്ടൊരു 30 മിനിറ്റ് മുതൽ 45 മിനിറ്റ് വരെ, ഞാൻ നേരത്തെ പറഞ്ഞാണല്ലോ, അത്രയും നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം നല്ലൊരു മൈൽഡ് ഷാമ്പൂ കണ്ടീഷണറും യൂസ് ചെയ്തിട്ട് നമുക്ക് മുടി കഴുകിയെടുക്കാം. ഞാനൊരു 30 മിനിറ്റ് എന്നിട്ട് വെയിറ്റ് ചെയ്തു. 30 മിനിറ്റിന് ശേഷം ഞാൻ നോർമൽ വാട്ടറിൽ മൈൽഡ് ഷാമ്പൂവും കണ്ടീഷണറും യൂസ് ചെയ്ത് ഹെയർ വാഷ് ചെയ്തു. അപ്പോൾ ഡേ 2 ആയ ഇന്ന് നമ്മൾ നമ്മുടെ തലയിലുള്ള ഡാൻഡ്രഫ് എല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത ദിവസം നമുക്ക് നല്ല നല്ല ഹെയർ ഗ്രോത്ത് പാക്കുകളൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും നമുക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടെന്ന് നമുക്ക് തന്നെ ഒരു ബോധ്യം വേണം. അപ്പോൾ ഹെയർ ഗ്രോത്ത് ചാലഞ്ചിലെ 2ാമത്തെ ദിവസമായ ഇന്ന് നമ്മൾ വിജയകരമായി ഡാൻഡ്രഫിനെ റിമൂവ് ചെയ്തിരിക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ചീപ്പും തോർത്തും ഒക്കെ വൃത്തിയായി സൂക്ഷിക്കാനും കൂടി ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ. അപ്പോൾ ഡേ 3യിലേക്കുള്ള അടുത്ത വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.